ഞങ്ങൾ ഇതൊന്നും കാണിച്ച് പീഡിപ്പിക്കാൻ നടക്കണ്ട കേട്ടോ. BJP എടുക്കേണ്ട നിലപാട് എന്താണെന്ന് CPIM നല്ല ധാരണയുണ്ട്. ഇന്നേ വരെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ഉറച്ച നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് CPIM. ഇനിയും അത് തന്നെ സ്വീകരിക്കും. മുമ്പ് സ്വീകരിച്ചിട്ടുണ്ട്, ഇനിയും സ്വീകരിക്കും. അത് നിങ്ങൾ ഈ വാർത്ത ഓരോന്നിങ്ങനെ ഇടക്കിടക്ക് അത് ഒരു വാർത്തയല്ല, 2 വാർത്തയല്ല, 3 വാർത്ത, ഓരോ വാർത്ത ഇങ്ങനെ ഉണ്ടാക്കി ഉൽപ്പാദിപ്പിച്ച് വിടുകയാണല്ലോ. നിങ്ങൾ ഉള്ള വസ്തുത കൊടുക്കലല്ലോ, നിങ്ങൾ ഉൽപ്പാദിപ്പിക്കല്ലേ ചെയ്യുന്നത്. വാർത്ത അതുണ്ട്, അതുകൊണ്ട് ഉണ്ടാവട്ടെ. അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ കുഴപ്പമൊന്നും. അവിടെ കിടക്കുന്നല്ലാണ്ട് എന്താ? എവിടെയെങ്കിലും മുഖ്യമന്ത്രിൻ്റെ മകനാണല്ലോ അല്ലേ? അതാ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിനാണ് ഞങ്ങൾ മറുപടി പറയാൻ തയ്യാറില്ല പറഞ്ഞത്. എന്തിനീന്ന് അവിടെ കിടന്നോട്ടെ. ഇനി അടി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താ കുഴപ്പം? ഞങ്ങൾ ഇതൊന്നും കാണിച്ച് പേടിപ്പിക്കാൻ നടക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഈ കുറേ ദിവസമായാലും ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. അതൊന്നും പോയല്ലോ, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ അതിൻ്റെ ഒന്നും ബില്ല് വരാൻ തയ്യാറില്ല. ഞാൻ നിങ്ങളോട് കുറേ പ്രാവശ്യം പറയുന്നു. നിങ്ങളിങ്ങനെ ഓരോ വാർത്ത ഉണ്ടാക്കും. ഈ വാർത്തേൻ്റെ പിന്നെ ഞങ്ങൾ വരണം, എന്നിട്ട് അതിൻ്റെ മേലെ ചർച്ച നടക്കണം. നിങ്ങൾക്കൊരു വാർത്തയായിട്ട് കൊണ്ട് തോട്ടണം. അതിന് ഞങ്ങളില്ല, CPM ഇല്ല. കള്ള പ്രചാര വേല നടത്താൻ കുറേ പത്രം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചോദിക്കാൻ കുറേ പത്രക്കാരും. ഞാൻ നിങ്ങളൊന്നല്ല പറയുന്നത് കേട്ടോ. നിങ്ങളൊരു ജോലി, നിങ്ങൾ ശമ്പളം തരുന്നവർ സ്വാഭാവികമായിട്ടും പത്രസമ്മേളനത്തിൽ വിട്ടാൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അത് ചോദിച്ചു മാത്രമേ ഉള്ളൂ. അതിലപ്പുറത്ത് ഞാൻ കാണുന്നില്ല ഇതിനാണ്. പക്ഷെ ഇതൊന്നും കൊണ്ട് CPM-നെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ പത്രം എഴുതുന്നത് പോലെ കുഴപ്പത്തിലാക്കി എന്നൊക്കെയാണല്ലോ. ഒരു കുഴപ്പത്തിലാക്കിയിട്ടില്ല. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി നല്ല ധാരണയുണ്ട്. ഇനി മെയ് 26 മെയ് വരെ ഈ സഹിക്കല്ലാണ്ട് വേറെ വഴിയില്ല. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ല ഞങ്ങൾക്ക്. എന്ന് പറഞ്ഞാൽ അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പ് വരെ ഇത് സഹിക്കും. ഇത് തുടർച്ചയായി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾ പരിപാടി ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെയായിരുന്നു. അന്നേരമാണ് മറ്റേ ചെമ്പല്ലം വന്നത്, ഓർമ്മയില്ലേ? ഇത് ചെയ്യുമ്പോൾ അല്ല, ഉണ്ടാക്കിയ പ്രശ്നത്തിൻ്റെ മേലെ ഇടപെട്ടുകൊണ്ട് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. അത് മനസ്സിലായില്ലേ പറഞ്ഞത്? അതിന് സംശയമില്ലല്ലോ. അതിനെ ഉപയോഗപ്പെടുത്തി വർഗീയ ധ്രുവീകരണത്തിന് SDPIയും ജമാഅത്തെ ഇസ്ലാമിയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ശ്രമിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. അതാണ് അതിൻ്റെ ഭാഗത്തുള്ള വിമർശനം. അതവിടെ പരിഹരിക്കും. കേരളത്തിൽ അത് പരിഹരിക്കാൻ പറയാൻ പ്രയാസമൊന്നുമില്ല. അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ ഇടപെട്ട് പരിഹരിച്ച പ്രശ്നം തന്നെയാണ്. ആ പരിഹരിച്ച പ്രശ്നത്തിൻ്റെ മേലെയാണ് വീണ്ടും പ്രശ്നം ഉണ്ടാക്കി കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അതാ കാര്യം. വേറെ ആരായി ഉണ്ടാക്കിയതെന്ന് ഞാനിപ്പം കണ്ടുപിടിക്കാനൊന്നും ഞാൻ പുറപ്പെട്ടിട്ടില്ല. ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടാണ്. അതാ കാര്യം. ഏത്? അല്ല, മന്ത്രി കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചത്. അവിടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ ചേർന്ന് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്ന നില വന്നതിന് ശേഷം വേറെ പ്രശ്നത്തിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ മന്ത്രിക്ക്. അതാ മന്ത്രി പറഞ്ഞു വെച്ചത്. അല്ലാണ്ട് മന്ത്രി വേറെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ വസ്ത്രം ധരിക്കാനുള്ള ജനാധിപത്യ അവകാശം, മതപരമായ അവകാശം ഒക്കെ എല്ലാവർക്കും ഉള്ളിയാണ്. അതിലത് ആരും ഇടപെടേണ്ട കാര്യമില്ല. കേരളത്തിൽ അത് സമ്മതിക്കുന്നതാണ്, എല്ലാവരും സമ്മതിച്ചു കൊടുത്തതാണ്. അതിലേത് ജാതി, ഏത് മതം എന്നൊന്നും വ്യത്യാസമില്ലാത്ത രീതിയിൽ അവർക്ക് അവരുടേതായ താല്പര്യത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കാനൊക്കെയുള്ള അവകാശമുണ്ട്. പിന്നെ അത് ഒരു സ്കൂളിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായി വരുമ്പോൾ അതും കൂടി ചേർന്നുകൊണ്ട് എങ്ങനെ പൂർണ്ണമായ അർത്ഥത്തിൽ യോജിച്ച് പോകാം എന്ന കാര്യം മാത്രമേ ആലോചിക്കേണ്ടിയുള്ളൂ. അത്രേ ഉള്ളൂ. അല്ല, ഒരു കുട്ടിക്ക് എന്തായാലും പ്രശ്നമാണല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് ഒരു കുട്ടിക്ക് പ്രശ്നമുള്ളെങ്കിലും ആ കുട്ടിയുടെ പ്രശ്നമല്ലേ? അത് പരിഹരിക്കണമല്ലോ. അല്ല, അത് പരിഹരിക്കണമല്ലോ. അല്ല, അതിപ്പോ അതിൻ്റെ ഒരു വക്കീലുണ്ടല്ലോ. ആ വക്കീൽ എഴുതി കൊടുത്ത കാര്യം നിങ്ങൾ അങ്ങോട്ട് കൊണ്ടു കൊടുത്താൽ മതി. പ്രതിപക്ഷ നേതാവൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പച്ചയായിട്ട് പറയുന്ന കാര്യങ്ങൾ പുറത്തു വന്നല്ലോ വിവരം. ഞാനതൊന്നും പറയട്ടെ, അതിൻ്റെ ഒന്നും വരട്ടെ. ഏതെങ്കിലും വക്കീലിൻ്റെ വേണ്ടിക്കൊന്നും ഞാൻ കയറാൻ ഉദ്ദേശിക്കുന്നില്ല. വെറുതെ ആവശ്യമില്ലാത്ത കാര്യം എന്താ? ഇതൊരു വർഗീയ ധ്രുവീകരണത്തിനുള്ള ഉപകരണമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അത് ഉപയോഗിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വർഗീയ സംഘർഷത്തിലേക്കാണ്.
പാമ്പ്ലാനി പറഞ്ഞ പോലെ മംഗലാപുരം വരെ പോകുമ്പോൾ ഉള്ള വസ്ത്രം അവിടുന്ന് മാറ്റിയിട്ട് വേണം വേറെ സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞല്ലോ അദ്ദേഹം. അതാണ് കർണാടകത്തിൻ്റെ അവസ്ഥ. അതല്ല കേരളത്തിൻ്റെ അവസ്ഥ. എല്ലാ ജാതി മത വിഭാഗങ്ങൾക്കും സ്വസ്ഥമായിട്ട് സ്വതന്ത്രമായിട്ട് സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന ഒരു നാടാണ് ഈ നാട്. അതിനെ തകർക്കാൻ ശ്രമിക്കരുത്. കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് UDFും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും നടത്തുന്ന പോലെ മറുഭാഗത്ത് വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഭാഗമായിട്ട് കലാപം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അത് നടത്താൻ പറ്റില്ല, അത് അനുവദിക്കില്ല കേരളം.